Good morning, students. Today we can see what do you mean by ward management. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വാർഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന മെയിൻ ഒബ്ജക്റ്റീവ്സ്, കോമ്പോണൻസ്, ഫാക്ടേഴ്സ്, മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ, മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എമർജൻസി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡ് പ്രസന്റേഷനിലൂടെ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇൻട്രൊഡക്ഷൻ. What do you mean by ward management? Ward management means the implementation of overall plan for nursing department, provides for establishment of a number of units of wards. So the process of administration must enter into this ward. അപ്പോൾ നമുക്കറിയാം, ഒരു വാർഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വാർഡിന്റെ ടോട്ടൽ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന കാര്യം. നമുക്ക് നെക്സ്റ്റ് വി ക്യാൻ സീ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വാർഡ് മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ ഈസ് ടു പ്രൊവൈഡ് ഹയസ്റ്റ് ക്വാളിറ്റി നഴ്സിംഗ് കെയർ ഫോർ ദ പേഷ്യന്റ്. ഏറ്റവും ഹൈ ക്വാളിറ്റി നഴ്സിംഗ് കെയർ പേഷ്യന്റിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, ടു പ്രൊവൈഡ് എ ക്ലീൻ, well ventilated environment for patient and protect him from infection, accidents and hazards. അതാണ് നമ്മളുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് കൊടുക്കുക. അത് ഇൻഫെക്ഷൻ ഇല്ലാത്തതും ആക്സിഡന്റ് പ്രിവെന്റ് ചെയ്യുന്നതും ഹസാർഡ്സ് ഇല്ലാത്തതുമായിരിക്കണം. തേർഡ് ഒബ്ജക്റ്റീവ്സ്, ടു ഹെൽപ്പ് ദ സ്റ്റാഫ് ഇൻ അച്ചീവിംഗ് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, വിത്തൗട്ട് സ്റ്റാഫ് ഒരു യൂണിറ്റ് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളുടെ അനദർ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് പേഷ്യന്റ് ആൻഡ് ദെയർ അറ്റൻഡന്റ്. ഓരോ പേഷ്യന്റിന്റെയും അതിന്റെ പേഷ്യന്റിന്റെ ഫാമിലിയുടെയും നീഡ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത് ഓൾറെഡി ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒബ്ജക്റ്റീവ്സ് ഓഫ് വാർഡ് മാനേജ്മെന്റ്. നെക്സ്റ്റ് വി ക്യാൻ സി കോമ്പോണൻസ് ഓഫ് വാർഡ് മാനേജ്മെന്റ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ പ്രൈമറി എയിം എന്ന് പറയുന്നത് പേഷ്യന്റ് കെയർ ആണ്. അപ്പൊ ഇവിടെ പേഷ്യന്റ് കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് നമുക്ക് ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെക്കൻഡ് കോമ്പോണന്റ് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസ് ആണ്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ആൻഡ് എക്യുപ്മെന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന എല്ലാ സപ്ലൈസും എക്യുപ്മെന്റ്സും അതിനകത്ത് വരും. അടുത്ത പോയിന്റ് എൻവയോൺമെന്റ് ക്ലെൻലിനെസ് ആണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കോമ്പോണന്റ് ഓഫ് വാർഡ് മാനേജ്മെന്റ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. ഓരോ യൂണിറ്റിലും അല്ലെങ്കിൽ വാർഡിലും നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെ പോളിസീസ് ആണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് കോമ്പോണൻസ് ഓഫ് വാർഡ് മാനേജ്മെന്റിലുള്ള മെയിൻ ആസ്പെക്ട്. Then we can see each one. So before we will move on to the each component, the most important thing in the ward management is what are the factors involved in good ward management. Okay, കുറേ പോയിന്റ്സ് ഉണ്ട്. അപ്പം നമുക്കത് ഓരോ പോയിന്റ്സും നോക്കാം. Which all are the factors involved in good ward management? First one is the plan the schedule of the ward. നമുക്കറിയാം, ഏതൊരു വാർഡിന്റെ ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റുട്ടീൻ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് വാർഡ് ഇൻചാർജ് ഓർ യൂണിറ്റ് ഇൻചാർജ്, or what we call it as nursing officer. So how to
function. What are the different function of a ward that has to be planned? Second one is start the work on time. That we know that. So നമുക്ക് എല്ലാവർക്കും അറിയാം. Okay, before time we have to reach there. രാവിലെ 7 to 1 ആണ് നമ്മളുടെ working time എങ്കിൽ at least 10 minutes before that you have to be ready there in the nursing station for taking or handing over and to start the job. അതാണ് രണ്ടാമത്തെ point. Third one is prevent interruptions. ഇപ്പം നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ we have to make sure that without any interruption the work has to be completed. Next one is establish ward routines. The ward in charge, her responsibility ആണ് to establish ward routine. Okay, that has to be pre-planned and it has to be organized with the help of the subordinates. Next point is establish ward policy. As we all know that each ward has their own policies. നമുക്കറിയാം മെഡിക്കൽ വാർഡാണോ സർജിക്കൽ വാർഡാണോ മെറ്റേണിറ്റി ആണോ പീഡിയാട്രിക്സ് ആണോ ഓരോ വാർഡിനും ഓരോ അതിൻ്റെതായ പോളിസീസും പ്രോട്ടോകോൾസും ഉണ്ട്. അതാണ് നമ്മൾ വാർഡ് പോളിസി. അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അത് എല്ലാ എംപ്ലോയീസിനോടും നമ്മളത് we have to inform them. Next one is orientation of new personnel to the hospital ward and unit. അത് ഒരു വലിയൊരു ആസ്പെക്റ്റ് ആണ് നമുക്കറിയാം. ഓക്കെ, സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ വരുന്നതാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഗിവൺ ടു ദ ന്യൂ പേഴ്സണൽ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഫാക്ടർ ഈസ് ദ മെയിൻ്റനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. നമുക്കറിയാവുന്നതാണ്. The environment involves physical, we will see later in each detail. Then provision of supplies and equipments, already ഞാൻ പറഞ്ഞു. ഓരോ ടൈപ്പ് ഓഫ് വാർഡിനും അത് എക്സിസ്റ്റ് ചെയ്യുന്നതിന്, അത് ഫങ്ഷൻ ചെയ്യുന്നതിന് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എല്ലാ സപ്ലൈസും മെറ്റീരിയൽസും നമ്മൾ സപ്ലൈ ചെയ്യും. അടുത്തതാണ് clear-cut specific orders for the medical therapy and nursing. അത് പ്രോട്ടോകോൾ ആണ്. അത് എല്ലാ യൂണിറ്റിലും they have to have their own protocol for all procedures. Then maintenance of records and reports, that's very important ആണ്. Documentation ആണ് one of the important thing. നമുക്കറിയാം ഏതൊരു ആക്ടിവിറ്റീസിനും we have to complete with the documentation. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ ആണ്. Next comes maintenance of high morale among all members of the staff. അത് എടുത്തു പറയേണ്ട കാര്യമില്ല. That's if we have the morale, അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കൊരു ടീം സ്പിരിറ്റും ടീം വർക്കും we can provide a high quality care to the patients. Next, establishment of good relationship. നമുക്കറിയാം IPR, interpersonal relationship is very important. That's coming under the communication. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ എംപ്ലോയീസ് തമ്മിലുള്ളതും പേഷ്യൻസും ആൻഡ് അതർ പ്രൊഫഷണൽ വർക്കേഴ്സും തമ്മിലുള്ള നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ആണ്. അനദർ പോയിന്റ് ഈസ് ദ ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി. കാരണം ദ വാർഡ് ഇൻചാർജ് ഓർ ദ നഴ്സിംഗ് ഓഫീസർ ഷി കനോട്ട് ഡു ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദ യൂണിറ്റ്. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? And she has to delegate or reassign the responsibility to the subordinates. Next, assigning the duties and responsibilities. അപ്പോൾ നമുക്കറിയാം that may be daily assignment or weekly assignment and monthly assignment. We know that the duty roster we usually prepare for a month. That's a routine. പക്ഷേ ഡെയിലി ദ ഹെഡ് നഴ്സ് ഓർ ദ വാർഡ് ഇൻചാർജ് ഓർ ദ നഴ്സിംഗ് ഓഫീസർ ഷി ഹാസ് ടു അസൈൻ ദ ഡിഫറെൻറ്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഹർ സബോർഡിനേറ്റ്സ്. ഓക്കെ, ദാറ്റ്സ് ഹർ ഡ്യൂട്ടി. ദെൻ ഷെഡ്യൂൾ ഓഫ് ടീച്ചിങ് പ്രോഗ്രാം. സോ ഡെയിലി ഓർ വീക്ക്ലി ദേ ക്യാൻ പ്ലാൻ ദ ഷെഡ്യൂൾ ഓഫ് ടീച്ചിങ് പ്രോഗ്രാം. നെക്സ്റ്റ്, render supervision to nurses and nursing students.
as we know that the almost all the hospitals they have the nursing students. It's the responsibility of nurse in charge or what's to supervise the student nurses during their clinical posting. Okay. So these all are the different points coming under the factors involving in good ward management. Once again, we can see that plan the schedule of the ward, start the work on time, prevent interruptions, establish ward routines, establish ward policy, orientation of new personnel to the hospital, ward and unit, maintenance of suitable environment, provision of supplies and equipment, clear-cut specific orders for medical therapy and nursing, maintenance of records and reports, maintenance of high morale among all members of the staff, establishment of good relationship, delegation of responsibility, assigning duties and responsibilities, schedule of teaching program, render supervision to nurses and nursing students. Okay. Thank you, students. So remaining topic we can see on the next class.